പണ്ട് തൊട്ടേ കേട്ടു പഴകിയതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത. അതിനാൽ തന്നെ ഇവർക്കിടയിൽ വലിയ യുദ്ധങ്ങളും നിരവധി സായുധ ഏറ്റുമുട്ടലുകളും ദിനംപ്രതി നടക്കുന്നത് പതിവായിരുന്നു. ഇതിന്റെ ഇടയിൽ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഭൂരിഭാഗം ഹിന്ദു ജനസംഖ്യ പാകിസ്ഥാന് നഷ്ടമായതോടെ പാകിസ്ഥാന്റെ കിഴക്കേ ഭാഗം വേർപിരിഞ്ഞ് ബംഗ്ലാദേശിന്റെ സ്വതന്ത്ര രാജ്യമായി മാറി. ഇതോടെ ഇത് വലിയ അതിർത്തി തർക്കങ്ങൾക്കും വലിയ കലാപങ്ങളിലേക്ക് വഴിതെളിയിക്കുമെന്ന് മനസ്സിലായതോടെ അന്നത്തെ ഗവൺമെന്റ് ഇവർക്കിടയിലെ ബന്ധത്തെ പഴയതുപോലെ കൂട്ടിയോജിപ്പിക്കാൻ ഷിംല ഉച്ചകോടി, ആഗ്ര ഉച്ചകോടി, ലാഹോർ എന്നീ സമാധാന ചർച്ചകൾ നടത്താൻ ശ്രമിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദിത്വത്തിന്റെ ആവർത്തിച്ചിട്ടുള്ള പ്രവർത്തനത്തെ തുടർന്ന് പഴയതിലും കൂടുതൽ ബന്ധം അറ്റുപോയി. പിന്നീട് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും സ്വയം റീഹൈഫൻ ചെയ്യപ്പെടുകയും പാകിസ്ഥാനെ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും മൂലക്കിരുത്തുകയുമുള്ള വഴികൾ കണ്ടെത്താൻ തുടങ്ങി. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിലുള്ള ചർച്ചയ്ക്ക് ആക്കം കൂട്ടിയ വാർത്തയായിരുന്നു ബംഗ്ലാദേശ് സർക്കാരിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം. തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തിൽ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയോട് 45 മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകി. അതിനുശേഷമുണ്ടായ പ്രക്ഷോഭത്തിൽ നിന്ന് പലായനം ചെയ്ത പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇരു കൈയും നീട്ടി കലാപകാരികളിൽ നിന്നും രക്ഷിച്ച് സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തിച്ചത് കേന്ദ്ര സർക്കാരാണ്. ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡൽഹിയിൽ വിമാനമിറക്കുമെന്ന പ്രചരണം പരന്നതോടെ യുപിയിലെ വിമാനത്താവളത്തിൽ ഹസീനയെ ഇറക്കിയതും രഹസ്യ ഏജൻസികളുടെ തന്ത്രമാണെന്ന് ഇതിൽ നിന്നും വ്യക്തം. പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത സുഹൃത്തു കൂടിയായ ഷെയ്ഖ് ഹസീന അടുത്ത സഹോദരനെ പോലെയാണ് മോദിയെ ഷെയ്ഖ് ഹസീന കണ്ടിരുന്നത്. സഹോദരിക്ക് ഒരു പ്രശ്നം വന്നാൽ ഒരു സഹോദരന് എങ്ങനെ പെരുമാറും എന്നതുപോലെയായിരുന്നു മോദിയും ഇവിടെ പെരുമാറിയത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ചുമതല ഏറ്റെടുത്ത നിമിഷങ്ങളായിരുന്നു അത്. രാജിവെച്ച് രാജ്യമിടാൻ തീരുമാനിച്ച സമയം തൊട്ട് സുരക്ഷ പാതിയൊരുക്കാനുള്ള അതിവേഗ നിർദ്ദേശമാണ് അതിർത്തിയിലെ സൈനിക വിഭാഗങ്ങൾക്കും വ്യോമസേനയ്ക്കും കേന്ദ്ര സർക്കാർ കൈമാറിയത്. അതിനായി ബംഗ്ലാദേശ് വ്യോമസേനയുടെ C-13J സൂപ്പർ ഹെർക്കുലീസ് വിമാനം ധാക്കയിൽ നിന്നും അതിർത്തിയിൽ പ്രവേശിക്കുകയും വ്യോമസേനയ്ക്ക് ജാഗ്രത നിർദ്ദേശം നൽകുകയും സ്ഥിതിഗതികൾ പലവട്ടം കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ മുഖേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ബംഗ്ലാദേശിനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശത്ത് അതീവ ജാഗ്രത നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ BSFന് നൽകിയിരുന്നത്. അതിനായി BSFന്റെ താൽക്കാലിക ചുമതലയേറ്റ DGP ദൽജിത് സിംഗ് ചൗധരി കൊൽക്കത്തയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. പണ്ട് അറ്റുപോയ ബന്ധം കൂട്ടിയോജിപ്പിക്കാൻ ആഗ്രഹിച്ച സർക്കാരിന്റെ ശ്രമമാണ് നടന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തം. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്ന 30% സംവരണം 2018 എടുത്തു കളഞ്ഞത് പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് അവാമി ലീഗ് പ്രവർത്തകരെയും കുടുംബങ്ങളെയും സഹായിക്കാനാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുകയും ചെയ്തു. സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുകയും സംവരണം 5% കുറയ്ക്കുകയും ചെയ്തെങ്കിലും സമരത്തിന് അവസാനമുണ്ടായില്ല. അവിടുത്തെ അധികാരിക ഭരണകൂടത്തെ ഇറക്കുകയായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം. അതിനായി പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ രണ്ടാം ഘട്ട പ്രക്ഷോഭത്തിലേക്ക് തിരിഞ്ഞു. തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ ഒട്ടനവധി ജീവനുകൾ നഷ്ടമാവുകയും പിന്നാലെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി രാഷ്ട്രീയമടക്കമില്ലെന്നും സുരക്ഷയെ കരുതി കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി രാജ്യം വിട്ടതാണെന്നും മകനും മുൻ ഉപദേഷ്ടാവുമായ സാജിദ് വസീദ് ജോയ് വ്യക്തമാക്കുകയും ചെയ്തു.